നമസ്കാരം. ഇപ്പോൾ അടയ്ക്കയുടെ വില ഉയർന്നപ്പോൾ എല്ലാവരും കമുക് കൃഷിയിലേക്ക് ശ്രദ്ധ വച്ചിരിക്കുകയാണല്ലോ. ഉയരം കൂടിയ കമുകിൽ നിന്ന് അടയ്ക്ക പറിച്ചെടുക്കാനുള്ള ഉയർന്ന കൂലിച്ചെലവും പ്രായോഗിക ബുദ്ധിമുട്ടും കാരണം കാർഷിക നഴ്സറിയിൽ എത്താറുള്ള മിക്ക കൃഷിക്കാർക്കും ആവശ്യം കുള്ളൻ കമുകാണ്. ഉയരം കുറഞ്ഞ അത്തരം കമുകുകളിൽ നിന്ന് അടയ്ക്ക പറിച്ചെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നേരത്തെ കായ്ക്കാനും തുടങ്ങും. ഇതാണ് കുള്ളൻ കമുകിൻ്റെ പ്രത്യേകത. എന്നാൽ കുള്ളൻ കമുക് എന്ന് പറഞ്ഞ് കിട്ടുന്നവയെല്ലാം കുള്ളൻ കമുകാണോ? കുള്ളൻ കമുക് എത്ര കാലം കൊണ്ട് കായ്ക്കും? എത്ര വർഷക്കാലം കുള്ളൻ കായ്ഫലം തരും? തുടർന്നുള്ള വർഷങ്ങളിൽ ഈ കമുക് ഉയരം വെച്ച് പോകുമോ? നല്ല കായ്ഫലം ലഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചു കാലമായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച അടയ്ക്ക ഗവേഷണ കേന്ദ്രമാണ് CPCRI. അവിടെ നിന്നാണ് കുള്ളൻ കമുക് സൃഷ്ടിക്കപ്പെട്ടത്. ഇന്റർ സെ മംഗള, ഇന്റർ സെ മോഹിത് നഗർ തുടങ്ങി ഒട്ടേറെ കൊറിയ ഇനങ്ങൾ CPCRI പുറത്തിറക്കിയിട്ടുണ്ട്. ഇവയിൽ ചിലത് വിജയമായിട്ടുണ്ട്, ചിലത് 10 കൊല്ലമായിട്ടും കായ്ക്കാൻ തുടങ്ങിയിട്ടുമില്ല. മലയാളക്കരയുടെ തനത് കൃഷി സമ്പ്രദായമായ സമ്മിശ്ര പുരയിട കൃഷിയിൽ തെങ്ങിനോടൊപ്പം ഒരിടം എന്നും കവുങ്ങിനുമുണ്ട്. ഇത് പ്രധാനമായും കുരുമുളക് കൊടിയോ വെറ്റില കൊടിയോ നട്ട് വളർത്താനാണെങ്കിൽ പോലും കർഷകൻ്റെ മൊത്ത വരുമാനത്തിലെ ഒരു ഓഹരി അടയ്ക്കയിൽ നിന്നുമാണ്. ഉദ്യാന കൃഷിയിലും അടയ്ക്കാമരം സ്ഥാനം പിടിക്കുന്നു എന്ന് വന്നാലോ? സംഗതി വാസ്തവമാണ്. അതിപുരാതന കാലം മുതലേ അടയ്ക്കായുടെ ഔഷധ ഗുണങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ വ്യവസായ സംരംഭങ്ങൾ ഒന്നും തന്നെ ഇന്ന് വളർന്നു വന്നിട്ടില്ല. ഭാരത സംസ്കാരത്തിൻ്റെ ഒട്ടുമിക്ക ആചാരങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നല്ല പഴുത്ത് ചുവന്ന അടയ്ക്കയും കവുങ്ങിൻ പൂങ്കുലകളും. വെറ്റിലയും അടയ്ക്കയും ചേർന്ന താമ്പൂലം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അടയാളമാണ്. അടയ്ക്കയുടെ ചകിരിയിൽ നിന്നും ഇലയുടെ താഴ്ഭാഗത്തുള്ള പാളയിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അടയ്ക്ക ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയുടെ 85% ഉൽപ്പാദനവും കർണാടക, കേരളം തുടങ്ങി തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി ഒതുങ്ങി നിൽക്കുന്നു. ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള കേരളത്തിൽ ചിട്ടയായി പരിപാലിക്കുന്ന അടയ്ക്ക തോട്ടങ്ങൾ കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ കാണാം. മഞ്ഞളിപ്പും മഹാളി രോഗവും അടയ്ക്ക ഉൽപ്പാദനത്തെ കാര്യമായി ബാധിച്ചുവെങ്കിലും ഉൽപ്പാദന ചിലവ് കുറയ്ക്കാനും ഇതര കൃഷി പരിപാലന മുറകൾ ലഘൂകരിക്കാനും കുള്ളൻ കവുങ്ങ് ഇനങ്ങൾക്ക് പ്രിയമേറുന്നുണ്ട്. കാറ്റ് പിടുത്തത്തിനുള്ള സാധ്യത കുറയ്ക്കുവാനും സൂര്യാഘാതം കുറയ്ക്കാനും കൊറിയ ഇനങ്ങൾക്ക് കഴിവുണ്ട്. മാത്രമല്ല, നല്ല പഴുത്തു തുടുത്ത ചെമ്പഴുക്കയും പൂങ്കുലയും അനായാസം കൈക്കുമ്പിളിലാക്കാം എന്ന സന്തോഷം വേറെയും. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര അടയ്ക്ക സുഗന്ധവിള ഡയറക്ടറേറ്റ് വികസന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിപണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സെൻട്രൽ അരക്കനട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയ്തു വരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മേഖല കാര്യാലയങ്ങൾ ഉണ്ട്. കേന്ദ്ര കാർഷിക ഗവേഷണ കൗൺസിൽ 1947 കവുങ്ങ് കൃഷി പ്രോത്സാഹനത്തിന് തുടങ്ങിവെച്ച അഡ്ഹോക് കമ്മിറ്റി 1956 കർണാടകയിലെ വിറ്റൽ ആസ്ഥാനമാക്കി സെൻട്രൽ അടയ്ക്ക ഗവേഷണ കേന്ദ്രമായി ചിട്ടയായ ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1970 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായതോടെ ഇതൊരു മേഖലാ ഗവേഷണ കേന്ദ്രമായി. ഇന്ന് അടയ്ക്ക മരത്തിൽ നിലവിലുള്ള ഏറ്റവും വിപുലമായ ജനിതക ശേഖരം ഇവിടെയാണ് ഉള്ളത്. ഏറെ സഹായങ്ങൾ ഈ വിളയുടെ കൃഷി വ്യാപ്തി കൂടുന്നതിന് ഇല്ലെങ്കിലും അത്യുൽപാദന ശേഷിയുള്ള പുത്തൻ ഇനങ്ങളും കൊറിയ ഇനങ്ങളും ഇന്നും പ്രോത്സാഹിപ്പിച്ചു വരുന്നു. ശരാശരി 3 കിലോ ഉണങ്ങിയ അടയ്ക്ക ലഭിക്കുന്ന ഇനങ്ങളാണ് പൊതുവിൽ അംഗീകരിക്കപ്പെടാറ്. കൃഷി ചിലവ് താരതമ്യേന കുറവാകും എന്നതിനാൽ വിളവൽപ്പം കുറഞ്ഞാലും കൊറിയ ഇനങ്ങളും പ്രോത്സാഹനം അർഹിക്കുന്നുണ്ട്. മേന്മയുള്ള ഇനങ്ങൾ കേരളത്തിൽ ആദ്യകാലങ്ങളിൽ പ്രചാരത്തിലിരുന്ന മംഗള ഇനത്തിനോടുള്ള താല്പര്യം ഇന്ന് പൊതുവിൽ കുറവാണ്. ഏതാണ്ട് 10 കിലോ
പഴുത്ത അടയ്ക്കയാണ് മംഗള എന്ന ഇനത്തിൽ പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ ഏതാണ്ട് 15 മുതൽ 20 കിലോ പഴുത്ത അടയ്ക്ക ലഭിക്കുന്ന മോഹിത് നഗർ എന്ന ഇനത്തോടാണ് ഇന്ന് ഏറെ പ്രിയം. ഏതാണ്ട് 3.5 കിലോ ഉണക്ക അടയ്ക്ക പ്രതീക്ഷിക്കാം. മാത്രമല്ല ഒട്ടുമിക്ക കായ്കളും ഒരേ രൂപവും വലുപ്പവും ഉള്ളതാണെന്നതിനാൽ വിപണിയിൽ ന്യായവില ഉറപ്പാക്കാനും ആകും. മലയോര മേഖലയിലേക്ക് അനുയോജ്യമായ സിർസി SAS എന്ന ഇനവും അത്യുൽപാദന ശേഷി ഉള്ളവയാണ്. അതിനൂതന ഇനങ്ങളായ മധുരമംഗളയും നൽബാറിയും അധികം പ്രചാരത്തിൽ ആയിട്ടില്ല. മേൽ പറഞ്ഞവയെല്ലാം കർണാടക വിറ്റൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ മേഖലാ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. ഹിരഹള്ളി ഡോർഫ് ഒരു പ്രകൃതിജന്യ കുറിയ ഇനമാണ്. നിർദ്ധാരണം വഴി വികസിപ്പിച്ച ഈ ഇനം ഉൽപാദനത്തിൽ അല്പം പുറകിലാണെങ്കിൽ പോലും ഉയരക്കുറവുള്ളതുകൊണ്ട് ഏറെ ശ്രദ്ധ പറ്റിയതാണ്. ഗോവയിലെ കേന്ദ്ര കാർഷിക ഗവേഷണ കൗൺസിൽ തീരദേശ ഗവേഷണ സ്ഥാപനത്തിൽ ഈ കുള്ളൻ ഇനങ്ങളുടെ അതിസാന്ദ്ര കൃഷി രീതിയിൽ ഏറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഈ രീതിയിൽ ഉൽപാദനം കുറഞ്ഞ കുറിയ ഇനം കവുങ്ങുകൾ ഇടയകലം കുറച്ച് നടുന്നത് വഴി ഒരു നിശ്ചിത കൃഷിയിടത്തിൽ നിന്നുമുള്ള മൊത്തം ഉൽപാദനം ക്രമപ്പെടുത്തുവാനായിട്ട് കഴിയും. പരമാവധി 6 അടി ഉയരം വരെ ഈ ഇനത്തിന് കാണും. മരം ഒന്നിന് ഉൽപാദനം ശരാശരി 2 കിലോ ഉണക്ക അടയ്ക്ക മാത്രമാണ്. ഉയരക്കുറവ് ഉള്ള ഈ ഇനങ്ങൾക്ക് ഉദ്യാന കൃഷിയിലുള്ള സാധ്യതയും കൂട്ടുന്നു. വളരെ അടുത്ത കാലത്ത് ഇതേ സ്ഥാപനം 2 സങ്കര കുറിയ ഇനങ്ങൾ പുറത്തിറക്കിയിരുന്നു. വിറ്റിൽ ഹൈബ്രിഡ് 1 ഉം 2 എന്ന പേരിൽ പുറത്തിറക്കിയ ഇനങ്ങൾ ഉയരക്കുറവ് കൊണ്ട് മാത്രം അത്യാകർഷണം ഉള്ളവയാണ്. ശരാശരി അടയ്ക്ക ഉൽപാദനം 2 മുതൽ 2.5 കിലോ ഉണക്ക മാത്രമാണ്. ഏകദേശം 4 മുതൽ 5 അടി ഉയരം മാത്രമേ ഇവയ്ക്ക് ഉണ്ടാകുകയുള്ളൂ. വിറ്റിൽ ഹൈബ്രിഡ് 1 ഹിരഹള്ളി ഡോർഫും സുമംഗലയും ചേർന്നുള്ള ഒരു സങ്കര ഇനമാണ്. വിറ്റിൽ ഹൈബ്രിഡ് 2 എന്നത് മോഹിത് നഗറും ഹിരഹള്ളി ഡോർഫും ചേർന്ന സങ്കര ഇനമാണ്. ഇവ രണ്ടും 2ാം വർഷം മുതൽ കായ്ഫലം തരുന്നത് ഈ ഇനത്തിൻ്റെ മേന്മയാണ്. ഇൻഡർസെ മംഗള ഇത് പ്രത്യേക രൂപഭംഗിയോടെ താല്പര്യമുള്ള കർഷകന് കുറിയ മരങ്ങൾ നൽകുന്നതിന് വിറ്റൽ തോട്ട ഗവേഷണ കേന്ദ്രം നിയന്ത്രിത പരാഗണ രീതിയിൽ കൂടി വികസിച്ച ഇനമാണ് ഇൻഡർസെ മംഗള. മംഗളയുടെ തിരഞ്ഞെടുത്ത കൊറിയ ഇനത്തിൽ മംഗളയുടെ തന്നെ പൂമ്പൊടി കൃത്രിമമായി ബീജസങ്കലനം നടത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡർസെ മംഗള അകാരത്തിൽ താരതമ്യേന ഉയരം കുറഞ്ഞവ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.